നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരു മാസത്തിനപ്പുറം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് 40 വയസ്സാവുകയാണ്. ഫുട്ബോൾ കളി നിർത്തിയാൽ അദ്ദേഹം കോച്ചാവുമോ? CR7 പോലുള്ള ഒരാൾ കോച്ചായാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, പല മുൻ താരങ്ങളും സക്സസ്ഫുള്ളായിട്ടുള്ള കോച്ചിങ് കരിയർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളവരാണ്. സിനദിൻ സിദാനും പെപ് ഗാർഡിയോളയും ഒക്കെ അതിനുള്ള തെളിവുകളാണ്. പക്ഷേ CR7 പറയുന്നു, കോച്ചാവാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഒരു ക്ലബിൻ്റെ ഓണറാവണം, അതും വമ്പൻ ക്ലബിൻ്റെ ഓണറാവണം എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഇന്നലെ ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. ആ സമയത്താണ് അദ്ദേഹം കോച്ചാകുമെന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു മറുപടി കൃത്യമായിട്ട് പറയുന്നത്. ഐ ആം നോട്ട് എ കോച്ച്. ഒരിക്കലും ഞാൻ കോച്ചാവാൻ പോകുന്നില്ല. ഐ ആം നെവർ ഗോയിങ് ടു ബി എ കോച്ച്. ക്ലബിൻ്റെ പ്രസിഡൻ്റ് ആവുമോ എന്ന് ചോദിച്ചാൽ നോ, മേ ബി ഒരു ക്ലബിൻ്റെ ഓണറാവാം. തീർച്ചയായിട്ടും അത് ആ ഒരു മൊമെൻ്റ് അനുസരിച്ചിരിക്കും. റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും. അപ്പോൾ അദ്ദേഹത്തോട് ഏതെങ്കിലും ക്ലബ്ബ് ഇപ്പോൾ മനസ്സിലുണ്ടോ, ഏതെങ്കിലും ക്ലബ്ബ് വാങ്ങാൻ ഇപ്പോൾ പരിപാടിയുണ്ടോ മനസ്സിലുണ്ടോ ചോദിക്കുമ്പോൾ നോട്ട് യെറ്റ്, പക്ഷേ ചിലതൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം വീണ്ടും ചോദിക്കുന്നുണ്ട്, ഗ്ലേസേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ഇപ്പോഴും വളരെ യങ്ങാണ്, എനിക്കൊരുപാട് പ്ലാനുകളും ഒരുപാട് സ്വപ്നങ്ങളും എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ മാർക്ക് മൈ വേർഡ്സ്, ഐ വിൽ ബി ഓണർ ഓഫ് എ ബിഗ് ക്ലബ് ഫോർ ഷുവർ. ഞാനൊരു ബിഗ് ക്ലബിൻ്റെ ഓണറായിരിക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എഴുതി വെച്ചോ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനോ പറയുന്നു, ഞാനൊരു ബിഗ് ക്ലബിൻ്റെ ഓണറായിരിക്കും. ഏത് ക്ലബിൻ്റെ ഓണറായിട്ടാണ് അദ്ദേഹം വരാൻ പോകുന്നത്? കാത്തിരിക്കാം. അതും ചെറിയ കളിയല്ല, ചെറിയ ക്ലബ്ബല്ല, വമ്പൻ ക്ലബിൻ്റെ ഓണറാവാൻ തന്നെയാണ് അദ്ദേഹം പ്ലാനിട്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.